സ്നോഫോൾ കിട്ടി. എന്താ വെച്ചാല് ഇടിയും വിട്ടുണ്ട്, മിന്നൽ വരുന്നുണ്ട്. മിന്നലില്ല, ഇടി വിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ 17,000 ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ മലമുകളിലാണ് ഏറ്റവും കൂടുതൽ ഇടിയാക്കാൻ ചാൻസ് ഉള്ളത്. ലോറിന്റെ വീലൊക്കെ നോക്കാറ് വീലുമൊക്കെ ഐസ് തിരക്കണേ. അല്ല ഇപ്പോഴും സ്നോബോൾ ഇപ്പോഴുണ്ടേ. ഇവിടെ പോണിവിടെ. ഹലോ അമിഗോസ്, ¿cómo están? അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡബ്രിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള ഒരു നടത്താണ്. ബിക്കോസ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്നു നമ്മുടെ യാത്രയിലെ ഏറ്റവും ടോപ്പ് ഫീറ്റുള്ള പാസ് കയറാൻ പോവാണ്. തങ്ലിംഗ് ലാ പാസ്സാണ്. ഏകദേശം 17,000 സംതിങ് ഫീറ്റ് ഉയരത്തിലാണ് പാസ് നിൽക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഡബ്രിങ്ങിലാണ്. ഇതാണ് ഡബ്രിങ് എന്ന് പറഞ്ഞത് ചെറിയൊരു എന്താ പറയുക ഒരു സ്ഥലമാണ്. ഇത് അത്രയും സ്ഥലത്ത് മാത്രമേ ആൾക്കാരുള്ളൂ. പിന്നെ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇതേപോലത്തെ ഒരു ചെറിയൊരു ഏരിയ കാണാം. ആൻഡ് ഇന്ന് നമ്മൾ ഡബ്രിൽ നിന്ന് പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്ററോളം ഉണ്ട് തങ്ലിംഗ് ലാ ടോപ്പിക്ക്. അപ്പോൾ 30 കിലോമീറ്റർ നടക്കണം. നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പണിയല്ല, പക്ഷേ 17,000 ഫീറ്റിക്കാണ് നമ്മൾ കയറാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു പണിയുണ്ട് ഗൈസ്. നമ്മളിന്ന് സ്റ്റേ ചെയ്തത് ഈ ടെൻറ്റിനുള്ളിലായിരുന്നു ഗൈസ്. ടെൻറ്റിനുള്ളിൽ കാണിച്ചു തരാം. ഇതെന്താ പറയുക, ചെമ്മരിയാടിൻ്റെ തോല്, രോമം. യെസ്, ഇതാണ് ഗൈസ് ആ കലങ്കോലാണ്. ഇതിന് നമ്മൾ താമസിച്ച ടെൻറ്റ്. ആൻഡ് ടെൻറ്റിനായിട്ട് നിൽക്കുന്നറിയോ മോനെ, ഇവിടുത്തെ ടോയ്ലറ്റാണ്. വീട്ടിലെ ടോയ്ലറ്റ് പറഞ്ഞാൽ കാഴ്ചകൾക്ക് ആസ്വദിച്ച് അങ്ങനെ കാര്യം സാധിക്കാം. ടോയ്ലറ്റ് അടിച്ചുതരാം. അയ്യോ, ഇതുപോലൊരു ടോയ്ലറ്റ് കുറച്ച് വിട്ടെന്ന് കാണിച്ചുതരാം. ടോയ്ലറ്റിലെ എന്താ, ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇത് ഓപ്പൺ ടോയ്ലറ്റ്. നമുക്കിങ്ങനെ ഇവിടെ അങ്ങനെ നല്ല വ്യൂ ഒക്കെ കണ്ട് മലേൻ്റെ മുകളിൽ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുക. പിന്നെ പണിക്കാരോട് പണിയെടുക്കട്ടെ, അതൊക്കെ പാടി നോക്കി കയറി ഇരിക്കുക. അതാണ് ടോയ്ലറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ കാര്യം സാധിക്കുക, മണ്ണെടുക്കുക, ഇവിടുന്ന് മണ്ണ് ഒരായിക്കിടുക, അത്രേ ഉള്ളൂ ബസ്. അതാണ് ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ. എടാ, ഒരു മനസ്സമാധാനത്തിൽ ഇരിക്കാൻ കഴിയില്ല, ആരെങ്കിലും വരും വെച്ചിട്ട് ഇടകാറാണ് ടോയ്ലറ്റ്. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പോൾ ഡബ്രി നിൽക്കുന്നത് ഏകദേശം 17,000 ഫീറ്റ് ഉയരത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് 2,000 ഫീറ്റ് ഉയരത്തിലാണ് കയറാനുള്ളത്. ആൻഡ് ഇവിടുത്തെ നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കിടന്നുറങ്ങുമ്പോൾ തന്നെ നമുക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ ഭയങ്കര പ്രയാസം. നമ്മൾ എന്താ പറയുക, ശ്വാസം കിട്ടാതാവില്ല. അങ്ങനെ കുറച്ചുകൂടി എക്സ്ട്രാ പവർ കൊടുത്തിട്ട് നമ്മൾ ശ്വാസം എടുക്കണം. അങ്ങനെ വലിയൊരു ബ്രീത്ത് എടുക്കും. കാരണം നമുക്ക് ശ്വാസം കിട്ടൂല ചില നേരത്ത്. എന്താ കിട്ടാത്തതുകൊണ്ട് നോസ് ഇങ്ങനെ ഒരു ചെറിയൊരു അടയുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ആൻഡ് ഇങ്ങോട്ട് ഇനി നേരെ പോയാൽ തങ്ലിംഗ് ലാ ടോപ്പിലെത്തും. ഇവിടുന്ന് ഏകദേശം നമുക്കിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലഡാക്കാണ്. ലഡാക്ക് ഇനി ഏകദേശം 190 സംതിങ് അങ്ങനെ എന്തോ കിലോമീറ്ററാണുള്ളത്. ഇങ്ങോട്ട് പോയാൽ മണാലി. നമ്മൾ മണാലിയിൽ നിന്ന് വന്നത് 296 കിലോമീറ്ററാണ് ഇവിടുന്ന് മണാലിക്കുള്ളത്. യെസ്. അപ്പോൾ നമ്മളിന്ന് തങ്ലിംഗ് ലാ പാസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡബ്രിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആൻഡ് ഈ റോഡ് എന്ന് പറയുന്നത് മാഹി ബ്രിഡ്ജ് വഴി ഹാൻല പോണ റോഡാണ്. ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നമ്മൾ ഇന്നലെ ആ കാണുന്ന ആ ഭാഗത്ത് സ്റ്റേ അടിക്കാൻ വേണ്ടി വിചാരിച്ചു. ഇവിടെ നോക്കുമ്പോൾ നല്ല പരന്ന പ്രദേശമായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ പോയാൽ ഇപ്പോൾ ഫുള്ള് കല്ലുമുട്ടിയായി. പക്ഷെ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സാഹചര്യം ഇല്ല. പിന്നെ അത് പറഞ്ഞത് ഒരു വൈൽഡ് ലൈഫ് ഏരിയ ആണ്. സ്നോലിപ്പാട്, പിന്നെ റെഡ് ഫോക്സ്, ഹൈബക്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കാറ്റും ആയതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ ടെൻ്റ് അടിച്ച് നമ്മളിവിടെ സ്റ്റേ എടുത്തു. ഇതാണ് നമ്മൾ സ്റ്റേ എടുത്ത ചേച്ചി ദീദി. അപ്പോൾ ഡബ്രിങ് ഒക്കെ വരുന്നവർക്ക് ഇവിടെ 300 രൂപയ്ക്ക് സ്റ്റേ ഇട്ടു. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം. ഓക്കെ ദീദി, ആപ്കാ നാം? ശ്രീൻ. ഓക്കെ, ബൈ. നമുക്ക് പോകാനുള്ളത് തങ്ലിംഗ് ലാ. നമ്മളെ യാത്രയിൽ ഏറ്റവും ഡേഞ്ചർ പിടിച്ചതും ഏറ്റവും അഡ്വഞ്ചർ റിസ്ക് പിടിച്ച ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. 17,000 ഫീറ്റ് ഉയരത്തിലേക്ക് നമ്മൾ ലഗേജ് വെച്ച് നടന്ന് കയറണം എന്ന്. പിന്നെ പറഞ്ഞത് ഇതിൽ കൂടെ പോയാൽ ഏതോ ലേക്ക് ഉണ്ട് 20 കിലോമീറ്റർ പോയാൽ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത്. നമുക്ക് തങ്ലിയിൽ കയറാൻ പോവാം. ഡബ്രിങ്ങിലെ റോഡ് കണ്ടോ,
നീണ്ട് നിവർന്ന് കിടക്കുന്ന അങ്ങനെ റോഡ്, ചുറ്റും ഭയങ്കര വലിയ മലനിരകൾ, ഒഴിഞ്ഞ സ്ഥലം, ഒന്നുമില്ല. അവിടെയൊക്കെ ചെറിയൊരു സോളാറിൻ്റെ എന്തോ ഉണ്ട് അവിടെ, മറ്റേ മൺകട്ട ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ. ആൻഡ് ഇതാണ്ട ചുറ്റും ഒഴിഞ്ഞ പ്രദേശം. അതാണ് ഡബ്രിങ്ങിലെ കാഴ്ച. പിന്നെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ ഇഷ്ടംപോലെ യാക്കും ആടുകളൊക്കെ മേക്കാൻ വിട്ടീന് ഇവിടെ അങ്ങനെ. പക്ഷേ അത് അവിടെ പോയി കാണണം. ഇവിടെ നിന്ന് കണ്ട ചെറിയ സാധനങ്ങൾ, ചെറിയ സാധനങ്ങളൊക്കെ ഓക്കെ. പിന്നെ പറഞ്ഞത് ഈ മലയൊക്കെ ഇവിടുന്ന് ഞങ്ങൾ ഇന്നലെ അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഭാഗത്ത് നല്ല നിരന്ന പ്രദേശം, നല്ല മിനുസുള്ള പ്രദേശം പോലെ നമുക്ക് തോന്നിയത്. അപ്പോൾ അങ്ങോട്ട് നടക്കാറുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷേ നമുക്ക് നടക്കുന്നതനുസരിച്ച് നമുക്ക് ആ മല ഇങ്ങനെ ബാക്കൊക്കെ പോകണ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതിന് മാത്രമേ നടക്കാണ്ട്, ഇവിടുന്ന് കാണുന്ന പോലെയല്ല. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഡബ്രിങ്ങിലെ കാഴ്ചകൾ. ഇനി നമ്മൾ പോകുന്നത് തങ്ലിംഗ്ല. എത്ര വട്ടം പറഞ്ഞു വേണ്ടാരാണ്. 31 കിലോമീറ്ററാണ് നമുക്ക് കയറാനുള്ളത്. 31 കിലോമീറ്റർ കയറിയാലേ തങ്ലിംഗ്ല പാസിൻ്റെ ടോപ്പിലെത്തുള്ളൂ. തങ്ലിംഗ്ല പാസ് എന്ന് പറയില്ല, ഈ തങ്ലിംഗ് ലാ എന്ന് പറയുന്നത് പാസ് എന്ന അർത്ഥത്തിലാണ് ലാ എന്ന് പറയുന്നത്. അത് ഏത് ലാംഗ്വേജിലാണെന്ന് അറിയില്ല. ലാ എന്ന് പറഞ്ഞാൽ പാസ് എന്നർത്ഥം. പക്ഷേ കുറേ ആൾക്കാർ പറയലെന്താ വെച്ചാൽ സോജില്ല പാസ്, കർത്തുങ്ല പാസ് അങ്ങനെ പറയും. ശരിക്കും പറഞ്ഞാൽ കർത്തുങ്ല, സോജില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി ശരിക്കും. പക്ഷേ അധികം ആൾക്കാർ അങ്ങനെ പറയല്ലേ, തങ്ലിംഗ്ല പാസ് അങ്ങനെ പറയും. ശരിക്കും പറഞ്ഞാൽ ലാ എന്നുള്ളതിൻ്റെ അർത്ഥം പാസ് എന്നാണ്. ഇത്ര പറഞ്ഞപ്പോൾ തന്നെ കുഴങ്ങി. ബാക്കിലുണ്ടാ കുരക്കണുണ്ട നായി. അപ്പം എന്തറിയാ, മോനെ സീനായി. അവിടെ നിന്നൊക്കെ നടന്നു വരുന്നുണ്ട് നായി. മുമ്പ് നിന്നൊക്കെ നടന്നുണ്ട്. സംഭവം വെച്ചാൽ ആട്ടിടന്മാര നായ്ക്കളാണ്. ആടിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവർ വളർത്തുന്ന നായ്ക്കളാണ്. അപ്പോൾ ഇവരാ എന്ത് ചെയ്യാൻ വരിക വെച്ചിട്ടേ അങ്ങനെ വരികയാണ്. ആ നായി തന്നെ ഉണ്ടോ? നേരത്തെ ഒരു നായി വണ്ടിയാണ് വന്ന്. ശരിക്കും നമ്മളൊന്ന് പതറിയിക്കണമെങ്കിൽ മൂട്ടിലൊരു കടി വീണീന്. അയ്യോ കേൾക്കണുണ്ടോ അവിടുന്ന്? ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാകുന്ന എൻ്റെ ഭാഗ്യം പെട്ടി എറിഞ്ഞാൽ ഓടിച്ചോണ്ടോ. ഒരു നായി വണ്ടി വന്നേ, ഞാൻ വിചാരിച്ച് കടി കിട്ടിയത്. ഒരിക്കലും നമ്മൾ നായിക്ക് കൈക്കോണ്ടായിട്ട് കൊടുക്കരുത്. പക്ഷെ നമ്മൾ പേടി വരും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ തൊള്ളിയിലോട്ട് എല്ലൊക്കെ. ഭാഗ്യത്തിന് എന്താ എൻ്റെ പുറം കടിച്ചാൽ കിട്ടൂല അവർക്ക്. എടുക്കേണ്ടി വരും. ഈ കൊര കഴിയണില്ല. ഇതെങ്ങനെയാ നമ്മൾ ഓരോ ഇത് കിടക്കുമ്പോഴും ഓരോ ഷെഡിൻ്റെ അടുത്ത് ഓരോ നായ്ക്കളുണ്ടാവും. അവിടെ ഓരോരുത്തരും നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കുരക്കാം. ഓരെന്തായാലും ഓരോടെ പറഞ്ഞ പണി അവർ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ കുരക്കണ്ടേ. നിന്നാണ് വന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ കുറേ നടന്ന് ഏകദേശം ഇനി തങ്ലിംഗിലേക്ക് 19 കിലോമീറ്ററാണ്. 19 കിലോമീറ്റർ പറയുമ്പോൾ തങ്ലിംഗ ബേസിലായിരിക്കും 19 കിലോമീറ്റർ. ടോപ്പൊക്കെ 11 കിലോമീറ്റർ എക്സ്ട്രാ ഉണ്ടാവും തോന്നുന്നു. ആൻഡ് റോഡ് കണ്ട ഇങ്ങനെ പോയി ഈ മല കണ്ട, ഈ മലേൻ്റെ കൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ആ മലമൊക്കെ ഇങ്ങനെ കയറി പോവാണേ. നമ്മൾ കുറച്ച് നേരം നടന്ന് കുഴങ്ങി. അപ്പോൾ ഈ കല്ലുമ്മ കുറച്ച് നേരം എടുക്കാമെന്ന് വിചാരിച്ചു. കല്ലുമ്മലാണെങ്കിൽ നിറച്ച് പൊടി. അതുകൊണ്ട് മൂട്ടിലൊക്കെ നല്ല അയക്കണേ അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഒരു നീളൻ റോഡ്. ശരിക്കും പറഞ്ഞാൽ റോഡ് ട്രിപ്പ് അടിച്ചാണെങ്കിൽ കിട്ടില്ല റോഡ് വരെ കിട്ടില്ല എക്സ്പീരിയൻസ് വരും. കാറായിട്ടായാലും ബൈക്കായിട്ടായാലും ഒക്കെ ആയിട്ട് എന്താ പറപ്പിച്ച് വരാം. ആ ബൈക്കൊക്കെ വരുന്നുണ്ടാ. ചില സ്ഥലത്ത് കൂടെ നടക്കണ രസം, ചില സ്ഥലത്ത് കൂടെ വണ്ടി പോകണ രസം ഉണ്ടാകും. അങ്ങനെയാണ് ചില സ്ഥലത്ത് നടക്കണ രസം. ഈ റോട്ടിൽ കൂടെ എന്താ പറയുക, വണ്ടി പോകണ രസം. ആ ലോറി പോകുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടാവും. മോനെ വീട്ടിലാണ്. പക്ഷെ നമുക്ക് ഇപ്പം നടക്കാം. ടോപ്പിലെത്തിയിട്ടാണെങ്കിൽ ലിഫ്റ്റ് എടുക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ടെൻ്റ് എടുക്കാൻ സ്ഥലം കിട്ടില്ല. ഗൈസ് കോൽമുട്ടായൊക്കെ ചെന്നിങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്.
വെയിലുണ്ട്, നല്ല കാറ്റുമുണ്ട്, അതിൻ്റെ മുഖത്ത് കാണാനുണ്ട് വെയിലടിച്ച്. അങ്ങനെ ഗൈസ് നടന്ന് നമ്മൾ 10 കിലോമീറ്ററിനപ്പുറം നമ്മൾ കവർ ചെയ്തു. പക്ഷെ കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. ഒന്നാമത് നമ്മുടെ അടുത്ത് വെള്ളക്കുപ്പി സ്റ്റോക്കില്ല, ഓരോന്ന് കഴിയാനായി. രണ്ടാമത് വെച്ചാൽ മേഘം നോക്കിയാണെങ്കിൽ ഇരുട്ട് വരുന്നുണ്ട്, പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ചെറുങ്ങനെ മഴ ഇങ്ങനെ തുള്ളി മാറ്റുന്നുണ്ട്. അതാ ഇവിടെ നമ്മൾ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിലൊരു സ്ഥലത്ത് എന്താ പറയുക ധാബ കണ്ടു. അപ്പോൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഇവിടെ എത്തി നോക്കിയപ്പോൾ ധാബയില്ല, ഒരു തേങ്ങയില്ല, ഇതേപോലെ കുറേ കല്ലുമുട്ടികളുണ്ട്. പിന്നെ ഒരു എസ്റ്റേറ്റ് ഇത്തിരി ആൾട്ടടുത്താണ് സൂം ചെയ്ത് നോക്കിയതാണ് ആ മലമേലാണ് ധാബുള്ളത്. അതാണ് നടന്നായിട്ട് എത്തണില്ല, മിക്കവാറും അതൊക്കെ തങ്ങളില്ല ടോപ്പ്. അപ്പോൾ ടോപ്പ് എത്താതെ ഇനി ഒരു ഫുഡ് പ്രതീക്ഷിക്കണ്ട. നമ്മളെ കൈമല പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, എല്ലാതും കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 ബ്രെഡും ജാമും ഉണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, കുറച്ച് പംകിൻ സീഡ് ഉണ്ട്. അങ്ങനെ എല്ലാം കുറച്ച് വെച്ചാൽ അങ്ങനെ കേട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ഇപ്പോൾ മഴ പെയ്താണിപ്പോൾ അതിനായിട്ടും കുടുങ്ങൽ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. മഴ അല്ലാണ്ട് വരാൻ തുടങ്ങി കേട്ടോ, അല്ല കട്ടിയുള്ള തുള്ളികളാണ് വരുന്നത്. പെട്ടു എന്തു ചെയ്യും, ഒന്നും ചെയ്യാനില്ല. മഴ കൊള്ള അത് ശരിയാണ്. അങ്ങനെ മഴയാണെങ്കിൽ വണ്ടി കയറേണ്ടി വരും, ഇവർക്ക് എന്ത് കയറേണ്ടി വരും, അല്ലാതെ നടക്കൂല. സ്നോഫോൾ കിട്ടി നോക്കി, നിനക്ക് കാണാറില്ല മേത്ത് വേണ്ട. പക്ഷേ പേടി എന്താ വെച്ചാൽ ഇടിയും വിട്ടുണ്ട്, മിന്നലും വരുന്നുണ്ട്. മിന്നലില്ല, ഇടി വിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ 17,000 ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ മലമുകളിലാണ് ഏറ്റവും കൂടുതൽ ഇടിയാക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആ പേടി നല്ലോണം ഉണ്ട്. പക്ഷേ ഇത് സ്നോ വെക്കുന്നുണ്ട്, സ്നോഫോൾ. കുറച്ചോ ഇത് 2 ചേത്താരി കടലിൽ അടൂരിൽ ഇപ്പോൾ പണ്ട് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായി, ഇപ്പോൾ ഇതേപോലെ തന്നെ. ഐസ് നിങ്ങൾക്ക് കാണാറില്ല, വേണ്ട ഐസ് സ്നോഫോൾട്ട് പഠിച്ചോനെ ഇതണ്ടാ. പക്ഷേ നല്ല പേടിയാവാൻ വേണ്ടിയിട്ടാ. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കൊരു ഇടിയാണ് വെട്ടുണ്ട്, അത് കേൾക്കുമ്പോൾ പേടിയാവാ. സത്യം പറഞ്ഞപ്പോൾ സന്തോഷിക്കണോ അതോ പേടിച്ചണം, പേടിക്കണം എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. സന്തോഷിക്കണം എന്നിട്ട് എന്താ ഇടിൻ്റെ ആലോചിച്ചിട്ട് പേടിച്ചോണ്ട് പേടിയുണ്ട്. വേണ്ട ആ മല നമുക്ക് കയറാള്, അങ്ങോട്ട് എത്തണം. പെട്ട് എന്ത് പറ്റുന്നില്ല, ഒരു ഇതുമില്ല. ടോപ്പിലെത്തിയാൽ മതി. ആളൊന്നും കേട്ടാ ആയുസ് ലോറി വരുന്നുണ്ട്, നല്ല മഴ കൂടി. മഴയാണ് ശരിക്കും ഇത്, നിർത്താൻ ഒരു ചാൻസ് ചെയ്യാം. ലോഡ് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല അമ്മാതിരി ലോഡ്. അപ്പോൾ ആ പ്രതീക്ഷയും പോയി. എത്ര കാറ്റാ ഇപ്പം മഴയാണ്. ഇതൊക്കെയാണ് ആലിപ്പഴ കൂടി, ആലിപ്പഴ കൂടി. ഇന്ന് എൻ്റെ മേത്ത് തട്ടാണ് ഇതാണ്ടാ. കഴിഞ്ഞിട്ടാ നല്ല കാറ്റാണ് ഇവിടെ. കുറേ നേരം ഇതിൻ്റെ ശേഷം ബായ് നമുക്ക് ലിഫ്റ്റ് തന്നു. ഞാൻ താങ്ക് യു കമൽ ബായ്. പഠിച്ചവനെ നമ്മൾ കുറേ നേരം കുട ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടേ. മോശം ജൽദി ചേഞ്ച്, പെട്ടെന്നാണ് കാലാവസ്ഥ. ജൽദി ചേഞ്ച് ചെയ്ത് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല. നമ്മളൊന്നും വിചാരിച്ചു വേറൊന്നും നടക്കുക. കുറേ വണ്ടിയാണ് നിർത്തി, ഞാൻ കുറേ കൈയാട്ടി പക്ഷേ ഒന്നും നിർത്തിയില്ല. ലോറിക്കാരെ ഒന്നാമതൊന്ന് ഓൽക്ക് ഓരോ പറഞ്ഞിട്ട് കാര്യമാണ്. ലോഡ് കൂടുതലായതുകൊണ്ട് നിർത്താനും കഴിയില്ല ഓൽക്ക്. എന്തായാലും നമ്മൾ വായി നിർത്തി തന്നു വയ്യേ. പക്ഷേ ഇത് മനസ്സുകൊണ്ട് വിചാരിച്ചു ഈ തങ്ങളില്ല പാസ് 17,000 ഫീറ്റ് 33
3 കിലോമീറ്റർ കയറണം എന്നുള്ള ഒരു അതറിയാം, വിചാരിച്ചൊന്നും നടക്കില്ല. ഐസ് ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഇതാ ചിലതൊക്കെ ഐസാണ്. അതേപോലെ ആ മലന്റെ മേലെ ഇപ്പൊ വീണിട്ടുള്ള ഐസ്, പുതിയ ഐസ്. പല രസമുണ്ട് ലോറി ഇരുന്നിട്ട് ആസ്വദിക്കാൻ. നമ്മളാകെ നനഞ്ഞു, കാലൊക്കെ നനഞ്ഞു, കാറ്റടിച്ചിട്ടുണ്ട്. കാര്യം കൈയൊക്കെ നല്ല മരവിച്ച് ഇപ്പൊ ഓക്കെ ആയി. അതൊക്കെ ഐസ്. കണ്ടില്ല ഗെയ്സ്, സ്നോ വീണിട്ട് ഫുൾ ഐസ് ഇട്ടതാ. ഇപ്പൊ ലൈവ് വീണുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഫ്രണ്ട് ഒക്കെ ഐസ്. നമ്മുടെ ബായി മനുഷ്യപ്പറ്റുള്ള ഒരാളായതുകൊണ്ട് ആ മയത്ത് നമ്മളെ നനഞ്ഞ കോലത്തിൽ നമ്മളതിൽ കേറ്റിട്ടാ. റോഡ് മൊത്തം ഐസായി. എത്ര പെട്ടെന്ന് കാലാവസ്ഥ മാറി നോക്കിയാല് ഇതുവരെ വരണ്ട പോവേ. ഇപ്പൊ വേണ്ട, ഫുള്ള് ഐസായി, ഇഷ്ടംപോലെ ഐസായി. ഏറ്റവും ഒരു വിഷയം സൈഡിലൊക്കെ ഐസായി. इसके ऊपर खाना मिलेगा तो दुकान है? कुछ नहीं मिलेगा, कुछ नहीं मिलेगा? कुछ नहीं मिलेगा. എന്തായാലും നമ്മളവിടെ ഇറങ്ങോട്ട് ടോപ്പില് ലോറിന്റെ വീലൊക്കെ നോക്കാറ്, വീലുമൊക്കെ ഐസ് തിരക്കണേ. ഐസാണ് ചെയ്യണത്, ഐസ്. നമ്മള് ഇന്ന് എന്തൊക്കെ തിന്നൊക്കെ ചോദിച്ചാണ്ടേ നമ്മളാകെ രാവിലെ എന്ത് ബ്രെഡും ജാമും. ഞാൻ ബ്രെഡും ജാമും മുമ്പ് ആലു പൊറാട്ടയും അത് തിന്നാണ്ട് ഇറങ്ങിയത്. പിന്നെ ഒരു എനർജി ബാർ തിന്ന് പോകണമെങ്കിൽ അപ്പോൾ ബായി സാധനം തന്നാണ്ട് അന്ന് തിന്നോളിയായിരുന്നു. താങ്ക് യു ബായ്. ഓക്കെ ഓക്കെ. നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായി. അപ്പോൾ ടോപ്പിലെത്തിയാൽ നമുക്ക് കുറച്ച് നിർത്തി തരാമെന്ന് പറഞ്ഞാൽ മറ്റേ 17,000 എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാവും, ടോപ്പ് പറഞ്ഞിട്ട് ആ സംഭവം ഉണ്ടാവും, ഫോട്ടോ എടുക്കാനേ ഇത് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബായ് എന്താ പറയുക, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തി തന്നിക്കണം. അപ്പോൾ ആവോ സാത്ത് ഫോട്ടോ. ഓക്കെ, ചാടിക്കൂടി വന്നിട്ട് ഞാൻ ചാടട്ടെ. അല്ല ഇപ്പോഴും ഇത് സ്റ്റോപ്പാണ് ഇപ്പോഴും ഉണ്ട്. ഇവിടെ പോണ ഇവിടെ തങ്ങളില്ല. ഇവിടെ ഈ ചേമ്പറച്ചത് അതാണ് ഇവിടെ ബോർഡും കാണില്ല. യു ഹാവ് റീച്ച് എടുത്ത് തങ്ങളില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതോ സ്റ്റോപ്പ് കിട്ടി നമുക്ക്. ഇത് നമ്മുടെ സീസൺ അല്ല ഇപ്പൊ സീസൺ ഒന്നല്ല. ഇങ്ങോട്ട് നമുക്ക് സ്നോഫോൾ കിട്ടി. അതല്ലേ നേരത്തെ സൂം ചെയ്ത ഇതാണ് കാട്ടത്. വേണ്ട. ആ ഇവിടെതാ ഫോട്ടോ ഇവിടെയാണ് ഫോട്ടോ എടുക്കുന്നത്. ടിബറ്റൻ ഫ്ലാഗ് ഇതാ വോൾട്ടിട്ടോ 17,452. വേണ്ട നോക്കി ഐസ് ഇതണ്ട കുപ്പായം മൊത്തം സ്നോ വന്നേ. ബായ് നല്ലൊരു ഫോട്ടോ ഒരുമിച്ച് കിട്ടിയില്ലോ. നല്ലൊരാളായതുകൊണ്ട് നമുക്ക് ഇതെടുക്കാം, സെൽഫി എടുക്കാം. ആ അതങ്ങനെ അതിലോ തങ്ങില്ല. ആലോചിച്ച് നോക്കി എന്താ നമ്മൾ വന്ന ടൈമ്. ഇത് ശരിക്കും പറഞ്ഞാല് സ്നോന്റെ സീസൺ ഒന്നല്ല, പക്ഷെ നമുക്ക് കിട്ടി. ഇവിടെ ആരില്ല. വിളിച്ച് അങ്ങനെ ഗൈസ് നമ്മൾ ഒഫ്സിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ ബായ് ഇതാ സേഫായിട്ട് ഒഫ്സിയിൽ എത്തിച്ചിരിക്കുകയാണ്. സൂപ്പർ ബായ്. कितना टाइम में लेसे आया? नहीं ये नहीं कितना टाइम. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നത് ഉഫ്സി എന്നൊരു സ്ഥലത്താണ്. ഏകദേശം 10-60 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഉഫ്സി വന്നത്. യെസ് ഇതുണ്ടോ, ഇതാണ് ഉഫ്സിയിലെ കാഴ്ച.
ഉപ്ഷി വന്നപ്പോൾ വേറെ തന്നെ ഒരു സ്ഥലമായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലേക്ക് ഏകദേശം 45-50 അടുത്ത് കിലോമീറ്റർ ദൂരമുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ലഡാക്ക് എത്താനായി. ഇനി യെസ്, ലഡാക്ക് എത്താനായി. അപ്പോൾ ഉപ്ഷിയിൽ ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കണം, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം, അങ്ങനെയൊക്കെയാണ് ഇനി പരിപാടികളുള്ളത്. ഉപ്ഷിത്തെ കാഴ്ചകൾ ഞാൻ മൂപ്പരോടും സംസാരിച്ചിരിക്കണെന്ത് നമ്മൾ ശ്രീനഗർക്കൊക്കെ നടന്ന് കാൽനട യാത്ര കഴിഞ്ഞ് വന്നിട്ട് വരുന്ന സമയത്ത് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ലേലുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ മണാലിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഇവിടെ വരും എന്ന് അറിയിക്കണേ. അപ്പോൾ 2 ട്രക്കർ നമുക്ക് ആ നമ്പർ എന്തെങ്കിലും ഇട്ടാം. വേറെ ട്രക്കാരെടുത്ത് നമ്മൾ നമ്പർ കഴിഞ്ഞാൽ മിക്കവാറും പോലെ ട്രക്കിലെ കയറാം, അത് പൊളിക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഉപ്ഷി മെയിൻ ടൗണിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ വെള്ളം നോക്കി ഭയങ്കര ഒലിച്ചു പോകുന്ന വെള്ളം, നല്ല വെള്ളം കൂടിക്കണേ. ഇപ്പോൾ പറഞ്ഞത് നമ്മൾ വന്നപ്പോൾ തങ്ങളില്ലയിൽ ഭയങ്കര അത്യാവശ്യം നല്ല ചെറിയൊരു മഴയും നല്ല സ്നോഫോളും പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഭയങ്കര സുഖമുള്ളൊരു കാലാവസ്ഥ. എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പുണ്ടോ വെച്ച് തണുപ്പുണ്ടെന്ന ചൂട് അങ്ങനെ ഇല്ല, തണുപ്പും അങ്ങനെ എന്തൊക്കെ പറയാ, തണുപ്പും അങ്ങനെയില്ല ചൂടും അങ്ങനെയില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന നമുക്ക് ഭയങ്കര സുഖമുള്ളൊരു കാലാവസ്ഥ. അതാണ് നമുക്ക് ഭയങ്കര സുഖമുള്ളൊരു കാലാവസ്ഥ. ഓവർ തണുപ്പും ഇല്ല എന്നാൽ ചൂടും ഇല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഗൈസ്. കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്ഷി ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ ഉപ്ഷി ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ലേക്ക് 49 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. ആ 49 കിലോമീറ്റർ നമ്മൾ എന്തായാലും നടന്ന് തന്നെ കവർ ചെയ്യാൻ 2 ദിവസം വെച്ച് അതാണ് പ്ലാന്. യെസ്. അങ്ങനെ ഗൈസ് ഉപ്ഷിയിലെ ഒരു ഹോട്ടലിൽ കയറിയതാണ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഉണ്ട്. മസാല ദോശ അറിയാം ഗൈസ്. മസാല ദോശയൊക്കെ എത്തി ഏത് കാലത്ത് എത്തുന്നതാ അറിയോ? സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് തിന്നാൽ ഭയങ്കര പൂതിയാവും നമുക്ക് ഇവിടെ വന്നാൽ. വരട്ടെ, എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ നോക്കിയേക്കാം. പിന്നെ മസാല ദോശ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ക്ഷമയില്ല, തിന്നോട്ടെ. പക്ഷെ നമ്മളെ കേരളത്തിലെ ആ സാധനം ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക രുചി കിട്ടുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ കേസ്. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഉപ്ഷിത്തെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേസ്. ബൈ.